സാർ നമസ്കാരം. നമസ്കാരം. സാധാരണഗതിയിൽ മഴക്കാലം വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ദുരന്തത്തെക്കുറിച്ച് ഓർമ്മിക്കുക, അല്ലെങ്കിൽ പല ദുരന്തങ്ങളും മഴക്കാലത്താണ് സംഭവിക്കാറുള്ളത്. പറഞ്ഞു വരുന്നത്, കേരളീയർ എപ്പോഴും മഴക്കാലത്ത് ഒരു ദുരന്ത സ്മരണയോടുകൂടി അല്ലെങ്കിൽ വളരെ ഭീതിയോടുകൂടി ഓർക്കുന്നൊരു കാര്യമുണ്ട്, മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാറിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് ആ അണക്കെട്ടിൻ്റെ അരക്ഷിതാവസ്ഥ എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാറിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അഹിതമായി സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ 3 ജില്ലകൾ അറബിക്കടലിൽ പതിക്കും. 3 ജില്ലകളിൽ പിന്നീട് യാതൊരു തരത്തിലുള്ള ജന്തുജീവജാലങ്ങളും അവശേഷിക്കില്ല എന്നുള്ളതാണ് പറയാൻ കഴിയുക. എന്നാൽ മുല്ലപ്പെരിയാറിൽ ശാശ്വത പരിഹാരം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുല്ലപ്പെരിയാർ സേവ് പദ്ധതി വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നിരവധി സംഘടനകൾ മുല്ലപ്പെരിയാർ അവിടെ പുതിയ ഡാം വേണം, ഇല്ലെങ്കിൽ മുല്ലപ്പെരിയാർ നിലവിലുള്ള ഡാം പൊളിച്ചു കളയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടക്കുകയുണ്ടായി. ഒന്നിനും യാതൊരു തരത്തിലും ഇന്നേ വരെയും ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ TVK സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇളയ ദളപതി എന്ന വിശേഷണമുള്ള ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായ ഒരു മുഖ്യമന്ത്രി, സിനിമാ നടനായ വിജയ് അവിടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്ക്. എന്നാൽ ആ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് വിജയുടെ ഒരു ഉത്തരവ് ഇന്നലെ ഇറങ്ങിയിരിക്കുന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുന്നതിന് കേരളത്തിന് യാതൊരു തരത്തിലും അനുമതി കൊടുക്കുന്ന വിഷയമില്ല. തമിഴ്നാട് അത്തരം എന്തെങ്കിലും നീക്കങ്ങൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ എതിർക്കും എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. മുല്ലപ്പെരിയാറിൽ തമിഴ്നാടിനുള്ള അവകാശം ഏതാണ്ട് 120 വർഷം പഴക്കമുള്ള ഒരു അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. 199 വർഷക്കാലത്തിനപ്പുറമുള്ള ഒരു കരാറിൽ ഒരു കാരണവശാലും അത് പ്രായോഗികമാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും കേരളം ഉറച്ചു പറയുന്നു, തമിഴ്നാടിന് ആവശ്യമുള്ള ജലം കേരളം കൊടുക്കാൻ തയ്യാറാണ്. എന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന ഒരു ജലബോംബായ മുല്ലപ്പെരിയാറിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഇപ്പോഴുള്ള നിലയിൽ നിന്നും അതിൻ്റെ ജലപരിധി കുറച്ച് കൊണ്ടുവന്ന് അതിനെ ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം പണിയുക, പുതിയ ഡാമിൽ നിന്നും തമിഴ്നാടിന് വെള്ളം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴും തമിഴ്നാട് യാതൊരു തരത്തിലും ഒരു അനുരഞ്ജനത്തിന് തയ്യാറല്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ കാവേരി നദിക്ക് കുറുകെ കർണാടക സർക്കാർ പണിയാൻ ഉദ്ദേശിക്കുന്ന മേക്കദാട്ടു അണക്കെട്ടിൻ്റെ പേരിലും വിജയ് വിഷയങ്ങൾ ഉണ്ടാക്കുന്നു. അത് പണിയുവാനും കാവേരി നദി ജല തട സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും കർണാടകത്തിന് അങ്ങനെ മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല, തമിഴ്നാട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തർക്കവാദങ്ങൾ ഉന്നയിക്കുന്നു. ഈ സന്ദർഭത്തിൽ കർണാടക ഭരിക്കുന്ന DK ശിവകുമാർ എന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന VD സതീശനുമായി വളരെ അടുത്ത സൗഹൃദ ബന്ധം പുലർത്തുന്നു. AICC വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലുമായി DK ശിവകുമാറിന് നല്ല ബന്ധം. 2 സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് കേരളമാണ്. വിജയുടെ ഈ ഒരു തീരുമാനത്തെ നേരിടുന്നതിന് വേണ്ടി കർണാടകവും കേരളവും തമ്മിൽ കൈകോർക്കുമോ എന്നുള്ളതെല്ലാം ജനങ്ങൾ ഇവിടെ ആശങ്കയായി അല്ലെങ്കിൽ ആശയായി എല്ലാം പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടുകൊണ്ട് പല വിധത്തിലുള്ള വാർത്തകൾ ചെയ്തിട്ടുള്ള സാർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വിഷയം ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അതിന് C അച്യുതമേനോനാണ് പ്രധാന മുഖ്യ പങ്കാളിത്തമുള്ളത്. ഇത് നേരത്തെ ഒപ്പിട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് 1895 തോന്നുന്നു ഇത് ഒപ്പിടുന്നത്. അന്ന് ഹൃദയരക്തത്തിലാണ് ഇത് ഒപ്പിടുന്നതെന്ന് തിരുവിതാംകൂർ മഹാരാജാവ് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിലേക്ക് വരേണ്ട 2 നദികൾ കൂട്ടിച്ചേർത്ത് മുല്ലയും പെരിയാറും കൂടി ചേർത്തിട്ട് ഒരു അതിനെ തിരിച്ചു വിടുകയാണ്. അതായത് പ്രകൃതിക്ക് വിരുദ്ധമായി ആ വെള്ളത്തെ തിരിച്ചുവിട്ട് വൈഗാ നദിയിലൂടെ തിരിച്ചുവിട്ട് തമിഴ്നാട്ടിലെ തേനിയിലെയും കമ്പത്തെയും മധുര വരെയുള്ള ഏരിയകളിൽ അവിടുത്തെ ജലക്ഷാമം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇത് ഉണ്ടാക്കിയതെങ്കിലും 1970 കേരള അന്ന് ഉണ്ടാക്കിയതെങ്കിലും പിന്നീട് 1970 അത് വിദ്യുച്ഛക്തി ഉൽപ്പാദിക്കാനുള്ള അവകാശം കൂടെ അവർ നേടിയെടുത്തു. ഏറ്റവും രസകരമായ കാര്യം, 99 വർഷത്തേക്ക് ഒരു പാട്ടക്കരാർ ആണ് 1995 ഉണ്ടാക്കിയത്. ആ ഡേറ്റ് ശരിയാവണമെന്നില്ല, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്നാൽ 1970 അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാലും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഓട്ടോമാറ്റിക് ആ കരാറുകളെല്ലാം ഇല്ലാതായി. പിന്നീട് അതിന് വാലിഡിറ്റി ഇല്ലാതായി. അങ്ങനെയുള്ളൊരു കാര്യത്തിന് 999 വർഷത്തേക്ക് ലോകത്തിലൊരു വിഡ്ഢി പോലും ചെയ്യാൻ മടിക്കുന്നൊരു കാര്യം
999 വർഷത്തേക്കാണ് 1895 ഒപ്പിട്ടത്. അതേ 1970 ഈ സി അച്യുതമേനോൻ വലിയ കാപട്യം നടത്തി 999 വർഷത്തേക്ക് ഈ കരാർ നീട്ടിക്കൊടുത്തു. അതായത് അവർക്ക് നിയമപരമായി നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് തമിഴ്നാടിൻ്റെ അവകാശവാദവും ഉന്നയിക്കാനുള്ള ഒരു ക്ലോസ് കൃത്യമായിട്ടുള്ള എഗ്രിമെൻ്റ് ഇല്ലാതിരിക്കെ, അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു എഗ്രിമെന്റ് മാത്രമാണ് എന്നിരിക്കെ, അതിന് യാതൊരു നിയമപ്രാബല്യവും ഇല്ല എന്നിരിക്കെ, പകരം അതിന് നിയമപ്രാബല്യം ഉണ്ടാക്കി കൊടുത്ത കേരളത്തെ വഞ്ചിച്ചിട്ടുള്ള ആളുകൾ സി അച്യുതമേനോനാണ്. മാത്രമല്ല ഏകദേശം 50,000 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കുന്ന വിധത്തിൽ വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിക്കാൻ അണക്കെട്ട് നിർമ്മിക്കാനും അവർക്ക് അനുമതി കൊടുത്തു. അങ്ങനെ അവർക്ക് വെള്ളം ഈ പറയുന്ന 4-5 ജില്ലകളിലേക്കുള്ള പൂർണ്ണമായ ജലസേചനം, കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ കുടിവെള്ളം മാത്രമല്ല അവിടെ കൃഷിക്കും എല്ലാ കാര്യങ്ങൾക്കും വെള്ളം കിട്ടി. അതേപോലെ ഡാമിന് വെള്ളം കിട്ടി. അങ്ങനെ കേരളത്തിൻ്റെ വെള്ളം, കേരളത്തിൻ്റെ സ്ഥലം, കേരളമാണ് ഇതിൻ്റെ പൊന്നുപോലത്തെ സ്ഥലത്തു നിന്നാണ് ഇതെല്ലാം അവർ കൊണ്ടുപോയത്. എന്നാൽ പകരോ കേരളത്തിന് വട്ടപൂജ്യമാണ് കിട്ടിയിരിക്കുന്നത്. ചുരുങ്ങിയ ഒരു എമൗണ്ട് മാത്രമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാ വർഷവും 100 കോടി രൂപ സീക്രട്ട് ഫണ്ടിൽ നിന്ന് ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് തമിഴ്നാട് ഗവൺമെൻറ് കൊടുക്കാറുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ അവകാശമാണ്. അത് ആരോടും പറയേണ്ട ആവശ്യമില്ല, ആർക്കാ കൊടുക്കുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഒരു 5 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് ഓരോ വർഷവും കിട്ടുമ്പോൾ അതിലൊരു 100 കോടി റുപ്യ കൊടുത്താൽ എന്താ, അത് തുച്ഛം തുകയാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത. ഒരു കേരളത്തെ വഞ്ചിച്ച കേരളത്തിലെ ഭരണാധികാരിയായ സി അച്യുതമേനോൻ, നമ്മളൊക്കെ സി അച്യുതമേനോന് എല്ലാ കാര്യത്തും ബഹുമാനത്തോടു കൂടിയിട്ടാണ് കണ്ടത്. ഒരു ഡാമിൻ്റെ മാക്സിമം ഉള്ള കാലാവധി എന്ന് പറയുന്നത് ഡാം കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് 50 വർഷമാണ്. 50 വർഷം കഴിഞ്ഞപ്പോൾ ഏകദേശം 140 വർഷം ആവാറായി ശരിക്കും. അപ്പം 130 വർഷം ആവാറായി. അങ്ങനെ ഒരു ഡാം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അപകടം ചെയ്യുന്ന വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഡാമാണെന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യേണ്ടായി. ലോകത്തിലെ ഏറ്റവും അപകടം ഉണ്ടാകാവുന്ന സ്ഥലം കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മരിക്കുക. തൃശ്ശൂരും എറണാകുളവും ആലപ്പുഴയും പത്തനംതിട്ടയും ഇടുക്കിയും അടക്കമുള്ള 5 ജില്ലകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു പോകും. ആ തകർന്നു പോയാൽ കേരളം 2ആയി മാറും. ഒരു ഭാഗം തിരുവിതാംകൂർ ഭാഗമായി മാറും, മറുഭാഗം മലബാർ മേഖലമായി മാറും. അങ്ങനെ ഈ 2 കർഷത്തെ പിന്നെ 2 കർണാടകയോടോ തമിഴ്നാടോടോ കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ മരിച്ചു വീഴും. മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഇല്ലാതാകും. സുനാമി ഉണ്ടാകും. ഇതിൽ നിന്നുണ്ടാകുന്ന പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രകമ്പനത്തിൽ അതിവേഗതയിൽ വരുന്ന വെള്ളത്തിന്, സ്ഫോടനാത്മകമായ രൂപത്തിൽ വരുന്ന അതിശീഘ്രത്തിൽ വെള്ളം ജലബോംബായി മാറുകയും അത് അറബിക്കടലിൽ പതിക്കുകയും അവിടെ അതിൻ്റെ പ്രതിഫലനം അതിൻ്റെ അറബിക്കടലിൻ്റെ എല്ലാ തീരങ്ങളിലും ഉണ്ടാകും, സുനാമി ആയി മാറുകയും ചെയ്യും. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയനും VS അച്യുതാനന്ദനും എല്ലാം മുമ്പ് ചങ്ങല കോർത്തിരുന്നു. അവർ പറഞ്ഞത് 2016 അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ഇവിടെ ഒരു മുല്ലപ്പെരിയാർ ഡാം പുതിയതായി പണിയുക, പഴയത് നശിപ്പിച്ചു കളയുക, ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാൽ പിണറായി വിജയൻ എന്ത് ചെയ്തു? ആള് എത്താനും വേണ്ടില്ല, എനിക്ക് 100 കോടി റുപ്യ ഓരോ കൊല്ലം കിട്ടിയാൽ മതി തീരുമാനിക്കുകയും അങ്ങനെ കൃത്യമായി മേടിച്ചു എന്നുള്ള രേഖയാണ് എനിക്ക് തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ ഉദ്യോഗസ്ഥൻ എനിക്ക് തന്നിരുന്നത്. അതടക്കമാണ് പിണറായി വിജയൻ എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തപ്പോൾ കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം ഈ പിണറായി വിജയന് 8 വർഷമല്ല 10 വർഷം ഭരിച്ചപ്പം ഏറ്റവും ചുരുങ്ങിയ 1000 കോടി രൂപയാണ് ഇതിൽ കൂടെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ അദ്ദേഹം കേരള ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞത് കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അതിനെ നേരിടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, അതേപോലെ മുല്ലപ്പെരിയാർ ഡാമും പൊട്ടിയാലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, അതിനെ നേരിടാൻ ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സംവിധാനമുണ്ടെന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയായിട്ട് പിണറായി വിജയനെ കരുതണം. കാരണം ഒരു ആളിങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട, ഇത് വലിയ ഭീകരമായ രൂപത്തിൽ സ്ഫോടനാത്മക രൂപത്തിൽ അതിശീഘ്രത്തിൽ കിലോമീറ്റർ വേഗതയിൽ വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്താൻ ലോകത്തിലെ ഒരു കുട്ടിക്കും കഴിയില്ല എന്നുള്ളതാണ് സത്യം. ചൈനയിൽ ഇതേപോലെ ഡാം പൊട്ടിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അവിടെയുള്ള ചെറിയ ഡാമുകളെല്ലാം പൊട്ടി തകർന്നു, കൃഷി നശിച്ചു, ജനങ്ങൾ മരിച്ചു, മൃഗങ്ങൾ മരിച്ചു. അതിനേക്കാൾ ഭീകരമായിരിക്കും, ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് മാറുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ മുല്ലപ്പെരിയാറിനെ കാണേണ്ടത്. അത് ഏത് സമയത്തും പൊട്ടാം. കാരണം എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ഒരു വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ
ഒരു അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞാൽ അത് പൊളിച്ചു മാറ്റണം. അത് പ്രകൃതി നിയമമാണ്. ഇതേപോലെ സുർക്കി മിശ്രിതത്തിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു മാറ്റേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പകരം ഒരു സുരക്ഷിതമായ സ്ഥലത്തൊരു ഡാം പണിത് വെള്ളം അവർക്ക് ഇതുപോലെ കിട്ടുന്ന രൂപത്തിൽ തന്നെ കൊടുത്ത് തമിഴ്നാടിനെ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യാം, കേരളത്തിലെ ജനങ്ങളെ ജീവനെ സംരക്ഷിക്കാം എന്നുള്ള നിലപാട്. എന്നാൽ ഇപ്പോൾ പുതിയതായി വന്ന കേരളത്തിലെ കോൺഗ്രസ് അടക്കം അധികാരത്തിലുള്ള തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ശരിയല്ലാത്തൊരു തീരുമാനമാണ് എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ടതാണ്. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, നിങ്ങൾ വെള്ളമെടുത്തോ, നിങ്ങൾ വിധിശക്തി ഉണ്ടാക്കിയോ, അവിടെ ജനങ്ങൾ നന്നായി ജീവിക്കട്ടെ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഭൂകമ്പം ഉണ്ടാകാൻ പറ്റുന്ന ഏരിയയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ല സാർ, അവിടെ റിക്ടർ സ്കെയിലിൽ ഈ ഡാം നിലനിൽക്കുന്ന പരിസര പ്രദേശങ്ങളിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ചലനങ്ങൾ വളരെ ഭീകരമായ സന്ദേശങ്ങളാണ് നൽകുന്നത് എന്നാണ് പറഞ്ഞത്. ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിൽ അത്തരം ഇനിയൊരു ചലനം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഡാമിന്റെ അടിത്തട്ടിൽ വിള്ളലുകൾ ഉണ്ടാവാം എന്നൊക്കെ തന്നെ ശാസ്ത്രകാരന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അല്ല, അത് ഏത് സമയത്തും ഉണ്ടാകാം എന്നുള്ളതാണ്. അവിടെ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വലിയ ജലബോംബാണ്. ആ ജലബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ കേരളം ഉണ്ടാകില്ല, കേരളത്തിന്റെ സകലതും നശിക്കും എന്നുള്ളതാണ് സത്യം. അതിന് അമിക്കബിളായ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാവുകയും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ നാടിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും വരട്ടെ, അവർക്ക് സൗഭാഗ്യം വരട്ടെ, അതോടൊപ്പം കേരളം സുരക്ഷിതമായി നിൽക്കട്ടെ, അതായിരിക്കണം. കാരണം അല്ലായിരുന്നെങ്കിൽ നമുക്ക് കേരളത്തിന് ഇത് വെള്ളം കൊടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡം നിശ്ചയിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളമാണല്ലോ അത് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇവിടെ ഫണ്ട് കിട്ടുമായിരുന്നു, കേരളത്തിന്റെ കഷ്ടപ്പാടുകൾ തീരുമായിരുന്നു. അതേപോലെ വിദ്യുത് ശക്തി അതിന്റെ റേഷ്യോ വെച്ച് നമുക്ക് എമൗണ്ട് മേടിക്കാമായിരുന്നു. ഇതൊന്നും ഗവൺമെന്റ് ചെയ്തിട്ടില്ല. കാരണം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്പം തേനി ഭാഗത്ത് മധുര ഭാഗത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ അന്നത്തെ CH മോദനൻ കേരളത്തോട് ചെയ്ത വലിയ ചതി, കൊടും ചതിയാണ് ഇന്ന് കേരളത്തിന് ഈ ദുരന്തത്തിന് കാരണം യഥാർത്ഥത്തിൽ എന്നുള്ളതാണ് സത്യം. സാർ, ഇതിൽ എടുത്തു കാണേണ്ട മറ്റൊരു വിശേഷം, ഇപ്പൊ തമിഴ്നാട് മാറി മാറി ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരെല്ലാവരും തമിഴ്നാടിന്റെ ആവശ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മുല്ലപ്പെരിയാറിൽ അവർക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമ്പോൾ കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾക്കൊന്നും തന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ സത്യം തന്നെയല്ലേ? പാട്ടക്കരാർ കൊടുക്കുമ്പോൾ 99 വർഷത്തേക്ക് അപ്പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ 999 വർഷം, 1000 വർഷത്തേക്കാണ് കൊടുത്തത്. 1000 വർഷം എന്ന് പറയുമ്പോൾ എത്ര തലമുറ? 10 തലമുറ. ആ 10 തലമുറ കഴിഞ്ഞാലും വരെയുള്ള ഒരു കരാറിനാണ് കൊടുത്തത്. ഈ ലോകത്തിലെ ഏതെങ്കിലും വിഡ്ഢികൾ അങ്ങനെ ചെയ്യും? CH ഉദമനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു നേതാവാണ്, മുഖ്യമന്ത്രിയാണ്, ഭരണാധികാരിയാണെന്നൊക്കെ നമ്മൾ കേട്ടറിഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുംചതി ഭീകരനായിട്ട്, പിണറായി വിജയനേക്കാളും വലിയ ഭീകരനായിട്ടാണ് ഞാൻ CH ഉദമനെ കാണുന്നത്. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും. കണ്ണടച്ചുകൊണ്ട് ഒന്നും പഠിക്കാതെ ഒപ്പിടുമ്പോൾ കേരളത്തിന് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തു വെച്ചില്ല. അതിന്റെ ദുരന്തമാണ് ഇതുവരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ദുരന്തം എന്ന് പറയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയക്കാർ തമിഴ്നാട്ടിൽ നിന്ന് പൈസ വാങ്ങി അത് സുഖമായി ഇവിടെ ജനങ്ങളെ പറ്റിക്കുന്നു. പലരും തമിഴ്നാടിന് വേണ്ടി കരയുമ്പോൾ അവരെന്തിനാണ് ചെയ്യുന്നത്? പലരും കേരളത്തിന് വേണ്ടി കരയുമ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? തമിഴ്നാട്ടിൽ നിന്ന് കിട്ടേണ്ട ഫണ്ട് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരെ പറ്റി കൃത്യമായി പഠിച്ചു നോക്കുമ്പോൾ അവരെല്ലാം ഈ ഫണ്ട് കിട്ടിയവരാണെന്നുള്ള കാര്യമാണ് നമ്മൾ അറിയുന്നത്. മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞിട്ട് അധികം വലിയ ഒച്ചപ്പാടുണ്ടാക്കിയത്, പിന്നെ അയാളെ ശബ്ദമേ കേട്ടില്ല. അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അത് മറ്റാരുമല്ല, ജോസഫാണ്, PJ ജോസഫ്. സാർ, ഇപ്പോൾ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നപോലെ തന്നെ ഇപ്പോൾ കാവേരി നദിക്ക് കുറുകെ കർണാടക പണിയാൻ ഉദ്ദേശിക്കുന്ന മേക്കേദാട്ടു അണക്കെട്ടിൻ്റെ കാര്യത്തിലും വിജയ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അതായത് പറയുന്നത് തമിഴ്നാട്ടിലെ ഏതാണ്ട് 4.5 കിലോമീറ്റർ കാവേരി നദീ തട സംരക്ഷണം, ആ തടങ്ങളെല്ലാം വെള്ളത്തിനടിയിലാവും എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ്. മാത്രമല്ല, തമിഴ്നാട്ടിലൂടെ ഒഴുകുന്ന കാവേരി തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ ഈ മേക്കേദാട്ടുവിലെ അണക്കെട്ട് നിർദ്ദിഷ്ട സ്ഥലത്ത് അവിടെ സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കാവേരി ജലത്തിൻ്റെ ലഭ്യത കുറയും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെയും തടയിടാൻ ശ്രമിക്കുമ്പോൾ ഫലത്തിൽ തമിഴ്നാടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളുടെ ജീവനോ സ്വത്തിനോ സുരക്ഷയ്ക്കോ ഒന്നും യാതൊരു തരത്തിലും വില കൊടുക്കാതെയാണ് ഇപ്പോഴത്തെ പുതിയ TVK സർക്കാരിൻ്റെ മുഖ്യമന്ത്രി വിജയ് ഇങ്ങനെയൊരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെയോ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് തീർച്ചയായും ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണേണ്ടത് ആവശ്യം തന്നെയല്ലേ?
ആവശ്യമാണെന്ന് മാത്രമല്ല അത് അത്യാവശ്യമാണ്. പക്ഷേ ഇവിടുത്തെ ഭരണാധികാരികൾ പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നു എന്നുള്ളതാണ് സത്യം. വി ഡി സതീശൻ വന്നത് കൊണ്ട് നമുക്ക് പ്രത്യാശയുണ്ട്. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യില്ല. കാരണം കേരളത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹത്തെ കാണാം. അദ്ദേഹം ഇത്തരത്തിലുള്ള കച്ചവടത്തിൽ നിൽക്കില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള 5 നദികളിൽ നിന്ന് വെള്ളം അവർ എടുക്കുന്നുണ്ട്. ഒരു നദിയിൽ നിന്നും അല്ല സത്യത്തിൽ. തമിഴ്നാട്ടിലെ കാവേരി നദിയിലൂടെ വരുന്ന വെള്ളം ഭവാനി പുഴയായി മാറുകയും അത് കിലോമീറ്ററുകളോളം, അതായത് അത് ഇവിടെ വരെ എത്തുന്നുണ്ട്, മധുര വരെ എത്തുന്നുണ്ട് വെള്ളം. ആ വെള്ളമാണ് തമിഴ്നാട്ടിൽ മറ്റൊരു തരത്തിൽ ഗുണമായി കിട്ടുന്നത്. കബനി നദി എന്ന് പറയുന്നത് നമ്മുടെ വയനാട്ടിലൂടെയാണ് അത് ഒഴുകി വരുന്നതും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വയനാട്ടിലെ കബനി നദിയാണ് ഈ കാവേരി നദിയുടെ ഒരു പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ സ്റ്റേറ്റിലുള്ളവർക്കും വെള്ളം കിട്ടട്ടെ, പക്ഷേ അത് കേരളത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്, കേരളത്തിലെ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് ആവരുത്. ഏത് സമയത്തും പൊട്ടാവുന്ന വലിയ ഭീമമായ, ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറാകുന്ന ഒരു ജലബോംബാണ് ആക്ച്വലി മുല്ലപ്പെരിയാർ എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഒരു കുലം തന്നെ, ഒരു സ്റ്റേറ്റ് തന്നെ പൂർണ്ണമായി നശിച്ച്, ഇവിടുത്തെ സംസ്കാരം പൂർണ്ണമായിട്ട് നശിക്കുന്ന ഒരു കാര്യമായിരിക്കും മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുക. നമുക്കറിയാം കേരളത്തിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരടക്കം ഒറ്റയടിക്ക് മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ചളിയും മണ്ണും കല്ലും നിറഞ്ഞ് തീർന്നു പോകും എന്നുള്ളതാണ് സത്യം. അവരെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. വിജയ് ചതിച്ചാൽ മുല്ലപ്പെരിയാർ പൊട്ടാതിരിക്കട്ടെ. അതിനുവേണ്ടി എല്ലാവരും തീരുമാനങ്ങൾ കൈക്കൊള്ളട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.